ഇവിടെ പൊങ്കാല നടക്കുന്ന ഈ മുഹൂർത്തത്തിൽ അങ്ങ് അമേരിക്കയിലും അതിനപ്പുറത്തുള്ള രാജ്യങ്ങളിൽ പോലും അർദ്ധരാത്രി സമയങ്ങളിൽ അവർ ആ സമയം നോക്കി അവരുടെ സമയത്ത് അവർ പൊങ്കാലിടുന്നു എന്നാണ് ഇതിൻ്റെ വലിയ പ്രധാനം. അപ്പോൾ അങ്ങനെ ആ അമ്മയുടെ അനുഗ്രഹം എല്ലാ അമ്മമാർക്കും കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനും ഉണ്ടാകാൻ വേണ്ടി ഒരേ മനസ്സോടെ എല്ലാ അമ്മമാരും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കും. കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്താലും നല്ലതാണ്, പിന്നെ മനസ്സറിഞ്ഞ് ദേവിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. തലസ്ഥാന നഗരം ആറ്റുകാൽ പൊങ്കാലയുടെ ആവേശത്തിലാണ്. ഭക്തി നിർഭരമായ പൊങ്കാല നാളെയാണ്. അപ്പോൾ അതിനുവേണ്ടി കുറേ ആളുകൾ തന്നെ ഈ സിറ്റിക്കകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പൊങ്കാലയെക്കുറിച്ച് നമുക്ക് നാളെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു അമ്മ നിൽപ്പുണ്ട്. നമുക്ക് അമ്മയോട് എന്താണെന്ന് ചോദിക്കാം. നമുക്കറിയാമല്ലോ, സ്ത്രീകളുടെ മഹാ ഉത്സവമല്ലേ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. നമുക്ക് എന്ത് ജീവിതത്തിലുണ്ടെങ്കിലും അമ്മമാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഭൗതിക ഐശ്വര്യങ്ങളും ആധ്യാത്മിക പുരോഗതിയും എല്ലാം വേണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം വേണം. ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ നമ്മുടെ സമർപ്പണമാണ്, ഒരു യജ്ഞരൂപത്തിൽ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് നമുക്ക് ഓരോ കുടുംബത്തിനും ലോകത്തിന് തന്നെ ലോകാ സമസ്ത സുനോ ഭവന്തു എന്നല്ലേ നമ്മുടെ ഇത് തന്നെ. അപ്പോൾ അങ്ങനെ ആ അമ്മയുടെ അനുഗ്രഹം എല്ലാ അമ്മമാർക്കും കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനും ഉണ്ടാകാൻ വേണ്ടി ഒരേ മനസ്സോടെ എല്ലാ അമ്മമാരും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നു. അപ്പോൾ എത്ര നാളായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പം 9ാമത്തെ പ്രാവശ്യമാണ്. എൻ്റെ വീട് ആലപ്പുഴയാണ്. ഇവിടെ നമ്മൾ ഔദ്യോഗികമായിട്ട് ഇവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പോഴും അങ്ങനെ ഇവിടെ വന്ന് ആദ്യം ഞാൻ ആലപ്പുഴയിൽ വെച്ച് തന്നെ ഇവിടെ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ഇടാൻ പറ്റി. അന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മ നമ്മുടെ പത്മനാഭൻ്റെ മണ്ണിൽ തന്നെ എത്തിച്ചു. ഇവിടെ എൻ്റെ കുടുംബം ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ കവടിയാറാണ് താമസിക്കുന്നത്. പിന്നെ അങ്ങനെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ ഭക്തജനങ്ങളും പൊങ്കാല ഇടുമ്പോൾ കാര്യസിദ്ധി നേടുമെന്ന് പറയുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാര്യസിദ്ധി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. നമ്മുടെ കർമ്മത്തിനാണ് പ്രധാനം. നമ്മുടെ പ്രാർത്ഥന ഫലിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് കർമ്മമാണ് 99. നമ്മൾ പണ്ട് പറയാം 50% നമ്മുടെ കർമ്മം 50%. അങ്ങനെയല്ല, 99% നമ്മൾ അധ്വാനിക്കണം. അലസത മാറ്റി പുതിയ തലമുറ അധ്വാനിക്കണം. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, ശുദ്ധമായിട്ട് നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ അല്ലെ അമ്മയുടെ അനുഗ്രഹം 1% മതി നമ്മുടെ ജീവിതത്തിൽ. ആ ഒന്നിൻ്റെ പ്രാധാന്യം ആണ്. അത് ഒന്ന് വേണം നമുക്ക്. ഈ 99 നമ്മുടെ കയ്യിലാണ്. അല്ല നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥന കഴിക്കുന്നു, അമ്മയെ ഞാൻ അത് നടത്തിയത്, അങ്ങനെയല്ല. നമ്മൾ മാറണം. നമ്മൾ ആ പ്രാർത്ഥന 1%, 99 നമ്മുടെ അധ്വാനവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഏത് മേഖലയിലും വിജയിക്കാം. ഏത് മേഖലയിലും നമ്മുടെ അധ്വാനമാണ് പ്രധാനം. അധ്വാനം, പ്രാർത്ഥന. ഏത് ഭാഗത്താണ് പൊങ്കാല ഇടുന്നത്? അതിനുള്ള സൗകര്യ ക്ഷേത്രത്തിൽ, മഹാദേവ ക്ഷേത്രത്തിലാണ് ഞങ്ങളാണ് ആദ്യമായിട്ട് ഇവിടെ പൊങ്കാല ഇട്ട് തുടങ്ങിയത്. അപ്പം ഞങ്ങൾ അവിടെ തന്നെയാണ് ഇപ്രാവശ്യം പൊങ്കാല ഇടുന്നത്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ ഒരു ഭക്തൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ആറ്റുകാൽ അമ്മയുടെ ഐതിഹ്യവും കുറച്ച് കാര്യങ്ങളും. സാർ, എന്താണ് സാറിൻ്റെ പേര്? എൻ്റെ പേര് സതീഷ് കുമാറാണ്. ഞാൻ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ സൂപ്പർവൈസറായിട്ടിരുന്ന ലൈബ്രറിയിലിരുന്ന പെൻഷനായ ആളാണ്. ഞാൻ എൻ്റെ 5 വയസ്സ് തൊട്ട് ആറ്റുകാൽ അമ്മയുടെ ഭക്തനാണ്, ദേവീ ഭക്തനാണ്. എല്ലാ ദൈവങ്ങളോടും നമ്മൾ ഭക്തിയുണ്ട്. എല്ലാ മതങ്ങളിലുള്ള എല്ലാ ദൈവങ്ങളും ഒന്നാണ്. എങ്കിലും ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമായ ഒരു ഉത്സവമാണ്. ഇവിടെ പൊങ്കാല നടക്കുന്ന ഈ മുഹൂർത്തത്തിൽ അങ്ങ് അമേരിക്കയിലും അതിനപ്പുറത്തുള്ള രാജ്യങ്ങളിൽ പോലും അർദ്ധരാത്രി സമയങ്ങളിൽ അവർ ആ സമയം നോക്കി അവരുടെ സമയത്ത് അവർ പൊങ്കാലിടുന്നു എന്നാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. ഒരു മദാമയാണ് ഈ അമ്പലത്തിൻ്റെ ഈ പൊങ്കാലയുടെ ഈ പ്രസിദ്ധിയെക്കുറിച്ച് ലോകം മുഴുവൻ അറിയിച്ചത്. ജാലറ്റ് എന്നോ മറ്റോ പറയുന്ന അമ്മയാണ്, മദാമയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് ഒരു 25 വർഷം മുൻപ് ഇതിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. അതിനു മുൻപ് തന്നെ ആറ്റുകാൽ അമ്പലത്തിൻ്റെ പ്രസിദ്ധി എന്ന് പറയുന്നത്, ആറ്റുകാൽ നെടിയവളാകാൻ കാരണവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാരണവർ പുഴക്കടവിൽ കുളിക്കാൻ ചെന്നപ്പോൾ കുളിച്ചിട്ട് ചെന്നപ്പോൾ അവിടെ കുളിച്ച് കഴിഞ്ഞു. അദ്ദേഹം വളരെ ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒച്ചുപൂജയും കാര്യങ്ങളൊക്കെ ഉള്ള മൂർത്തി അനുഗ്രഹങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അതായത് ഇന്നേക്ക് എത്രയോ 100-150 വർഷം മുമ്പ് ആയിരിക്കാം. ഞാൻ ജനിച്ചിട്ടില്ലല്ലോ, അത് എനിക്ക് 66 വയസ്സായുള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു കുട്ടി വന്നിട്ട് എന്നെ അക്കരെ ആക്കുമോ കാരണം വരെ എന്ന് ചോദിക്കുന്നു. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു അവതാരമായിട്ടുള്ള ഒരു പെൺകുച്ചി ഒന്ന് നോക്കുക. അദ്ദേഹം പറഞ്ഞ ഇത് തോന്നി, ഇതെന്തോ ഒരു ഇതാണ്. അദ്ദേഹം ആ വലിയ പുഴ, അന്നത്തെ പുഴയല്ല ഇന്ന്, കിളിയാറെന്ന് പറയും, ഇന്നത്തെ അല്ല, അന്നത്തെ കിള്ളിയാറെന്ന് പറയുന്ന ആ കിള്ളിയാറിൽ ഇദ്ദേഹം നീന്തിക്കടന്ന് ആ കുഞ്ഞിനെടുത്ത് തോളത്ത് വെച്ച് കൊണ്ടുവന്ന് കരയ്ക്ക് വിടുന്നു. കരയ്ക്ക് വിട്ട് കുട്ടി നടന്നു പോകുന്നു. ഇത്രയും അദ്ദേഹത്തിന് എന്താ പിന്നെ സംഭവിച്ചെന്ന് അറിയില്ല. ആ കുട്ടി രാത്രിയിൽ സ്വപ്നം കാണിക്കുന്നു, അങ്ങ് എന്നെ എവിടെ വിട്ടോ അവിടെ അമ്പലം പണിയണം എനിക്ക്.
അങ്ങനെ ചെറിയൊരു അമ്പലം നെടിവിളാകത്തായിരുന്നു ആദ്യം. ആ തറവാട് ഇന്നോടെ ഉണ്ട് ആറ്റുകാലിൻ്റെ പുറകെ, നെടിവിളാകം തറവാടെന്ന് പറഞ്ഞാൽ. ആ തറവാട്ടിലായിരുന്നു ആദ്യം പൂജയെങ്കിലും പിന്നീട് അത് അമ്പലം പണിഞ്ഞ് ഇപ്പുറത്തേക്ക് മാറ്റി ചെറിയ നാലുകെട്ടും അമ്പലങ്ങളും ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അമ്പലം ഇന്ന് വളരെ ലോകപ്രസിദ്ധമായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്, ഇതിൻ്റെ പിന്നിലെ കഥ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ വായിച്ച് കേട്ട് മനസ്സിലാക്കിയെടുത്തോളം, അമ്മ അതായത് കർണകിയുടെ കഥയാണ്. ഇത് തമിഴ്നാട്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലം. അന്ന് ചെറിയ നാട്ടുരാജ്യങ്ങളാണല്ലോ. ഇവിടെ ഇപ്പം കായംകുള രാജാവ് എന്ന് പറയും പോലെ, കായംകുള രാജാവിൻ്റെ അതുപോലെ വിസ്തൃതമായ രാജ്യമല്ല, ചെറിയ രാജ്യങ്ങളാണെന്നുള്ള. ആ ചോള രാജ്യത്ത് ജനിച്ച ഒരു ധനികൻ്റെ മകളാണ് ഈ കർണകി. ഈ കർണകിയോടൊപ്പം വേറെ ധനികനോട് ഉണ്ടായിരുന്നു. ആ ധനികൻ്റെ മകനായിട്ട് ജനിച്ചതാണ് കോകിലൻ. അപ്പോൾ കോകിലനും കർണകി തമ്മിൽ കളിച്ചു വളരുന്നു. അങ്ങനെ കുട്ടിക്കാലത്ത് അവർ ഒന്നിച്ച് കളിച്ചു വളരുന്നു. അവർ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ല, അവർ കളിച്ചു വളരുന്നു. അവർ രണ്ടുപേരും ഒരു ഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങും. മാതാപിതാക്കൾ രണ്ടുപേരും രണ്ട് വിധത്തിൽ എടുത്തുകൊണ്ട് പോകും. ചിലപ്പം ആ കർണഗിരി വീട്ടിലായിരിക്കും ഈ കുട്ടി കിടന്നുറങ്ങുക. അപ്പോൾ കോവിലൻ്റെ അച്ഛൻ വന്നിട്ട് എൻ്റെ മോനെ എന്ന് പറഞ്ഞ് രാത്രി എടുത്ത് അവരെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അതുപോലെ ഇപ്പുറത്തും സംഭവിക്കുന്നുണ്ട്. അവരും ഒന്ന് ചിലപ്പം എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ കഴിഞ്ഞ് കുട്ടികൾ തമ്മിൽ വിവാഹപ്രായമായ സമയത്ത് ഒരുപാട് വിവാഹങ്ങൾ നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോൾ അവസാനം വിധി കണ്ടത് ഇദ്ദേഹവുമായിട്ടാണ്. അങ്ങ് അദ്ദേഹവുമായിട്ട് വിവാഹം നിശ്ചയിച്ച് വിവാഹം നടക്കുന്നു. ഒരുപാട് കഥ ഇതിനിടയിലുണ്ട്, പാട്ടിലൊക്കെ ഒരുപാടുണ്ട്. ഈ ഭദ്രകാളി പാട്ടെന്ന് പറയുന്നത് എഴുതി പഠിക്കുന്നതല്ല. തോറ്റം പാട്ട് ഒരിക്കലും എഴുതി പഠിക്കാൻ പാടില്ല. അത് തോറ്റം പാട്ടെന്ന് പറയുന്നത് ഈ കേട്ട് കൊച്ചിലെ അവർ കളമിട്ട് കളരിയിട്ട് കളരിയിൽ ആശാന്മാരെ കൊണ്ടിരുത്തി കളരിയിൽ കഥകൾ ഇതുപോലെ പറഞ്ഞു കൊടുത്ത് ആ കഥയുടെ അടിസ്ഥാനത്തിൽ പാട്ടാക്കി അങ്ങനെ വളരെ വളരെ ഇതായിട്ട് പഠിച്ചാണ്, ചെറിയ ഇതായിട്ട് പഠിച്ചാണ് ഈ അത് 10-30 കൊല്ലം പഠിച്ചെങ്കിലും ഒരു ആശാനാവാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കുമ്പോഴൊന്നും അല്ല. കാരണം എഴുതി പഠിക്കുന്നില്ല, വരികൾ തെറ്റാൻ പാടില്ല. അപ്പോൾ ഈ പാട്ടും പൂജയും ഒന്നിച്ചാണ് പോകണം. ഈ പാട്ട് നടക്കണം അമ്പലത്തിൽ, പൂജയും പാട്ടും പോകും. അല്ലെങ്കിൽ താന്തരി വിധിയപ്രകാരമുള്ള പൂജ അവിടെ തന്ത്രി ചെയ്തോളും, പോറ്റി ചെയ്തോളും. ഈ പാട്ടുള്ള അമ്പലത്തിൽ പാട്ടിന് ചില ചിട്ടകളുണ്ട്. ആ ചിട്ട സമയത്ത് അവിടെ പൂജ കിടക്കണം. അതാണ് അതനുസരിച്ചുള്ള പൂജകളും ഇപ്പം അത് പറഞ്ഞു തരാം ഞാൻ. അപ്പോൾ അങ്ങനെ ഈ കർണകിയുടെ കല്യാണം നടക്കുന്നു. കല്യാണ ആഘോഷം ജനങ്ങൾ അപാലവൃത്തി ജനങ്ങളും കൂടിയിട്ടുണ്ട്. അപ്പോൾ വലിയ ധനികൻ്റെ, അന്ന് രാജ്യത്തെ ധനികൻ എന്ന് പറയാൻ അറിയാമല്ലോ, ചെറിയ രാജ്യമാണ്. അപ്പോൾ അവിടെ എല്ലാവരും അറിയുന്നുണ്ട് കർണകിയുടെ വിവാഹം പോണ്ടേ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോകുന്നു. സദ്യ കഴിയുന്ന കല്യാണമെല്ലാം കഴിഞ്ഞു. അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞു. അങ്ങനെ അവർ വിവാഹ ചടങ്ങുകളുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു മാധവി എന്ന് പറയുന്ന ഒരു സ്ത്രീ കടന്നു വരുന്നു. ഒരു നർത്തകിയാണ് കടന്നു വരുന്നത്. ആ നർത്തകി അവിടെ കടന്നു വന്നിട്ട് അവർ കയ്യിൽ ഒരു മാതകത്വം തുരുമ്പുന്ന ഒരു സ്ത്രീ എന്നാണ് പുരാണത്ത് പറയുന്നത്. അത്ര വിശുദ്ധമായ ഒരു സ്ത്രീ കടന്നു വരുന്നു. ആ സ്ത്രീ കടന്നു വന്നിട്ട് അപ്പോൾ അവർ വലിയ നർത്തകിയാണെന്ന് അറിയാം ജനങ്ങൾക്ക്, എങ്ങനെ കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നൃത്തം കാണാൻ വേണ്ടി ആൾക്കാരെല്ലാം തിരിഞ്ഞു. അവർ നൃത്തം കാണാൻ അപ്പോൾ ഈ കല്യാണം ഇതെല്ലാം അവർക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു. ജനങ്ങളല്ലേ, രാജാവും അവിടുത്തെ ആ രാജ്യത്തെ രാജാവെല്ലാം തിരിഞ്ഞു. അങ്ങനെ ആ നൃത്തം കാണുന്നതിന് വേണ്ടി വന്നപ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞു. കണ്ടീഷൻ വേറെ ഒന്നുമല്ല, ഞാൻ നൃത്തം നടത്താം, പക്ഷെ ഒരു കണ്ടീഷൻ, എൻ്റെ കയ്യിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മുത്തുമാല ഞാൻ കറക്കി എറിയും. ഈ മുത്തുമാല കറക്കി എറിയുമ്പോൾ ഇത് ആരെ കരുത്തിച്ചെന്ന് വീഴുന്നുവോ, അത് വൃദ്ധനായാലും ധനികനായാലും ദരിദ്രനായാലും ബാലനായാലും യുവാവായാലും കുഴപ്പമില്ല, എനിക്ക് അയാളെ വിവാഹം ചെയ്യാൻ രാജാവും പ്രജകളും സമ്മതിക്കണം. അപ്പോൾ ജനവിധി അന്നും ഉണ്ട്. ജനവിധി ഇന്നല്ല അന്നും ഉണ്ട്. ആ ജനവിധിയുടെ മാന്യത്തിൽ ഇവർ കറക്കുന്നു. ഈ മുത്തുമാല എന്ന കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ വിടുന്നത് കോകിലൻ്റെ കഴുത്തിലാണ്. കല്യാണം കഴിഞ്ഞ് ആടോപാരമ്പര്യങ്ങളായിരിക്കുന്ന അവിടെ വിടുകയാണ്. അമ്മയുടെ കർണകിയുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ പറയാൻ തീരില്ല. അത്ര കണ്ട് ജനങ്ങൾ കൊണ്ട് കൊടുക്കുകയാണ്. ജനങ്ങൾ ആടാഭരണങ്ങൾ അണിഞ്ഞ് ദേവി അങ്ങ് കന്യകയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ ജനങ്ങൾ സംഭാവനകൾ കൊണ്ട് കൊടുക്കൂലേ, അതൊക്കെ അന്നും ഉണ്ട്. എല്ലാം കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് കല്യാണം കഴിഞ്ഞു. അത്ര വിശുദ്ധമായ കല്യാണത്തിലാണ് ഇങ്ങനെയൊരു സംഭവിച്ചത്. ഉടനെ എന്താ വിധി? അപ്പോൾ അത് കർണകി തടയാൻ പറ്റില്ല. രാജാവും പ്രജകളും സമ്മതിച്ചാണ്, എനിക്ക് വാക്ക് പാലിക്കുക, രാജാവ് നീതി ആചാരം അതാണെങ്കിൽ അത് നടത്തണമെന്ന് പറഞ്ഞു. ആചാരം ഉണ്ടല്ലോ, ആചാരം നടത്താൻ തയ്യാറാവണം രാജാവ് കൽപ്പിച്ചു. കർണകി ഈ മാധവി ഇദ്ദേഹത്തെയും കൊണ്ട് പോവുകയാണ്. അവരെ കൊട്ടാരത്തിൽ പോയി. എവിടെയാണെന്ന് വെച്ചാൽ ഈ മാധവി വേറെ ആരുമല്ല, രംഭയാണെന്നാണ് പറയുന്നത്. രംഭയുടെ വേറൊരു വേഷത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു വന്നു അവതാരമാണെന്നൊക്കെ പറയുന്നു. ഏതായാലും കർണകിയുടെ രംഭയുടെ കൂടെ പോയി ഇദ്ദേഹത്തെ മദ്യവും മയക്കൊക്കെ കൊടുത്തു. അദ്ദേഹത്തെ നശിപ്പിച്ച് അദ്ദേഹത്തെ കയ്യിലിരുന്ന ധനം, അദ്ദേഹത്തിനുണ്ടായ ധനവും സമ്പത്ത് മുഴുവൻ ചോർത്തിയെടുത്തു. അങ്ങനെ അദ്ദേഹം അവസ്ഥനായി കിടക്കുന്ന കാലത്ത് അനവധി നാളായല്ലോ എൻ്റെ ഭർത്താവ് ഇവിടുന്ന് പോയിട്ട്.
രാജകൽപ്പനയാണെങ്കിൽ പോലും ഞാൻ ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഈ കർണയെ അന്വേഷിച്ച് ഇറങ്ങുന്നു. ഇറങ്ങി ഇവരെ കൊട്ടാരത്തിൽ അന്വേഷിച്ചു എന്നപ്പോൾ കാണുന്ന അവസ്ഥ പരമദയനീയം. അപ്പം പറഞ്ഞു, കർണയെ എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല, ഈ ശരീരം മാത്രമേ ഉള്ളൂ, എന്നെ ഊറ്റി, എൻ്റെ രക്തം പോലും ഇല്ല. അങ്ങനെ ഊറ്റി മാധവി. എന്നാൽ സാരമല്ല, അങ്ങ് വരണം, അതാണ് ഭാര്യയുടെ ധർമ്മം, അങ്ങ് വരണം. അതിനകത്ത് പൊരുളുകൾ ഒരുപാടുണ്ട്, ഇതൊക്കെ കഥയായിട്ടൊന്നും കേട്ട് കളയാനുള്ളതല്ല. അങ്ങ് വരണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നു. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അമ്മയുടെ അച്ഛൻ ചെറുപ്പത്തിൽ കൊടുത്ത 2 കൊലിസ് വീട്ടിലുണ്ട്. ആ കൊലിസ്, അതാണ് കൊലിസിൻ്റെ കഥ. അതാണ് കൊലിസ് വരണത്, ചെലമ്പ് വരണത്. ആ ചെലമ്പ് അങ്ങ് ഒരു കാര്യം ചെയ്യണം, ഈ ചെലമ്പും കൊണ്ട് അങ്ങ് ഈ രാജ്യത്ത് കൊടുക്കണ്ട, ഈ രാജ്യത്ത് എല്ലാവർക്കും എൻ്റെയാണെന്ന് അറിയാം. അങ്ങ് പാണ്ഡ്യ രാജ്യത്ത് പോകണം, അവിടെ ചെന്ന് വലിയ ധനികരെ കാണണം. ഇത് മുഴുവൻ രത്നങ്ങളും വൈഡൂര്യങ്ങളും ഡയമണ്ടും ഒക്കെയാണ് ഇതിനകത്തുള്ള ഈ ചെലമ്പിനകത്ത്. ഇതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂജാമുറി നമ്മ വെളിയിറങ്ങുന്നു. ആര്? കർണയി. അതാണ് കഥ. കർണയി വെളിയിറങ്ങും. അപ്പോൾ ഈ ചെലമ്പ് അവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനിടയ്ക്കുള്ള കാര്യം വിട്ടുപോയി. ആ ചെലമ്പ് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ചെലമ്പ് വേണോ വിൽക്കാൻ ചെലമ്പുണ്ട്. പല കടകളിലും ധനികര കടകളിലും കയറി ഇറങ്ങിയപ്പോൾ ഒരാളെ കട ഇങ്ങ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ ഇരുത്തി നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? അവിടുത്തെ കൊട്ടാരത്തിലെ പാണ്ഡ്യരാജാവിൻ്റെ ഭാര്യയുടെ ഒരു ചെലമ്പ് ഇവിടെ പണിയാൻ കൊടുത്തിരുന്നു. ഇത് ഇവൻ വിറ്റ് കാശാക്കി. അപ്പോൾ ഇവന് അത് രാജകൽപ്പനയുണ്ട്, പെട്ടെന്ന് കൊണ്ടെത്തിക്കണം, ഇല്ല തല കാണൂല എന്ന് രാജകൽപ്പനയാണ്. അപ്പോൾ അത് എന്താ വഴി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സംഭവം വന്നിട്ടിപ്പോൾ നീ ഇവിടെ ഇരിക്കും, ഇത് കൊള്ളാമല്ലോ, നല്ല ചെലമ്പ്, ഇതിവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അല്ലേ ചില മിനുക്ക് പണിയൊക്കെ ചെയ്തിട്ട് തട്ടാം, ഇവിടെ ഇരിക്കണമെങ്കിൽ പോകരുത്, ഇത് എനിക്ക് വാങ്ങിക്കാനുള്ള കാശില്ല, ഇത് വിശിഷ്ടമായ ചെലമ്പ്, അതുകൊണ്ട് ഞാൻ രാജാവിനെ കാണിക്കാം, രാജാവ് ഇതെടുക്കും. ധനിയൻ രാജാവാണല്ലോ. അങ്ങനെ രാജാവട്ടാരത്തിൽ ചെന്നു, രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പ്രഭോ, അങ്ങയുടെ രാജ്ഞിയുടെ ചക്രവർത്തിനിയുടെ ചെലമ്പ് കിട്ടിയിട്ടുണ്ട്, ഇതെങ്ങനെ നിനക്ക് കിട്ടി? അത് എൻ്റെ കടയിൽ കയറി പണ്ടൊരു കള്ളൻ, അങ്ങ് ചോളരാജ്യത്തുള്ള കള്ളൻ മോട്ടിച്ചുകൊണ്ട് പോയി, അവതാ വന്നിട്ടുണ്ട്, ഞാൻ പിടിച്ചോടെ ഇരുത്തിയിട്ടാണ് വന്നാൽ ചെലമ്പ് കൊണ്ട് അങ്ങേ കാണിക്കാൻ. ഉടൻ ഭടന്മാരെ അയച്ച് അവനെ ബന്ധിച്ച് ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. രാജാവ് വീണ്ടും വിചാരമില്ലാതെ, അത് രാജനീതികളാണ്, സത്യധർമാദികൾ മനസ്സിലാക്കണം, രാജനീതിയുണ്ട്, രാജഗുരുവുണ്ട്, അവരോടൊന്നും ആലോചിക്കാതെ രാജാവ് കൽപ്പനയിടുന്നു, അവനൊക്കെ അങ്ങനെ ബന്ധിച്ച് കൊണ്ടുവന്ന് ഈ കോകിലനെ കുറ്റം ചാർത്തി കഴിമരത്തിൽ കയറ്റി കൊല്ലുന്നു. അതാണ് കൊല്ലുന്ന കഥ, ചെലമ്പിൻ്റെ കഥ. ഇത് കർണകി ആ സമയത്താണ് കർണകി അറിയുന്നത്. പൂജാമുറിയിൽ തൻ്റെ ഭർത്താവിന് എന്തോ പറ്റിയിരിക്കുന്നു. കർണകി അവിടുന്ന് ഓടി ഇറങ്ങി വേഷം മാറി വൃദ്ധയായ അമ്മയായിട്ട് ആ പാണ്ഡ്യരാജ്യത്ത് പോയി അന്വേഷണം നടത്തും. ഓരോരുത്തരുടെ അന്വേഷിക്കും, എൻ്റെ ഭർത്താവിനെ കൊണ്ടോ ഇങ്ങനെ അന്വേഷിച്ചടക്കുമ്പോൾ പല മരങ്ങളോടും വൃക്ഷങ്ങളോടും ചലിക്കാത്ത വസ്തുക്കൾ ചലിക്കണം എല്ലാവരുടെയും ചോദിക്കും. ഇങ്ങനെ ചോദിച്ച് പലരുടെയും ചോദിച്ച് പോകുമ്പോൾ അവസാനം ചിലർ ദുഃഖിച്ച് അവശയാവും. കാരണം വെച്ചാൽ കഥകൾ അറിഞ്ഞു, ഇതെങ്ങനെ പറയും എന്നുള്ള. ചിലർ അമ്മയെ പരിഹസിക്കുന്നു, ഈ കിളവിക്കുന്ന എന്തിനാണ് ഭർത്താവ് ഇത്രയും വയസ്സായില്ലേ. അതുപോലെ വൃക്ഷങ്ങൾ, മാവ്, പ്ലാവ്, ഇങ്ങനെയുള്ള ഓരോ തെങ്ങ്, ഇങ്ങനെയുള്ള ഓരോ മരങ്ങളും മാവിനോട് ചോദിക്കും, മാവ് പൂത്ത് തറത്ത് കാച്ച് സന്തോഷിക്കുന്നതാണ്. എന്നാൽ ഭർത്താവ് ചത്തെങ്കിൽ നല്ലതെന്നുള്ള രീതിയിൽ മാവിന് ശാപം കൊടുക്കും അമ്മ. നീ കൈലാസോ ശിവനിൽ നിന്ന് വരം വാങ്ങിക്കും. അച്ഛനുണ്ടെങ്കിലേ സ്ത്രീക്ക് പിന്നെ ഭർത്താവുള്ളൂ. ആദ്യം അച്ഛനാണ്, പിന്നെ ഭർത്താവാണ്. അതൊക്കെയാണ് പൊരുളുകൾ. ഭർത്താവിന് അച്ഛനെ പോയി കണ്ട് വരം വാങ്ങിച്ച് ജീവിപ്പിക്കാനുള്ള വരം വാങ്ങിച്ച് തൻ്റെ മടിയിൽ കഴിമരത്തിൽ നിന്ന് ഇറക്കി തൻ്റെ മടിയിലിരുത്തി അദ്ദേഹത്തെ ജീവിപ്പിക്കുന്നു. ജീവൻ കൊടുത്ത ശേഷം ഇതിന് കാരണബോധനായ തട്ടാൻ്റെ, അതായത് സ്വർണ്ണപ്പണിക്കാരൻ, ആ ആചാര്യയുടെ അവിടെ ചെന്ന് അവനെ നശിപ്പിക്കുന്നു, അവനെ വധിക്കുന്നു, കുറ്റം ചാർത്തി വധിക്കുന്നു. നീ ചെയ്തത് കൊടും ക്രൂരത, നീ സത്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊന്നിട്ട് അവൻ്റെ വംശത്തെ നശിപ്പിച്ച ശേഷം അമ്മ നേരെ കോപാക്രാന്തം അടങ്ങുന്നില്ല, വിശ്വരൂപം ധരിച്ച് കോപാക്രാന്തയായി രാജകൊട്ടാരത്തിൽ പോയി പാണ്ഡ്യനോട് ഓരോന്ന് ചോദിച്ചപ്പോൾ പാണ്ഡ്യൻ ഭയന്നു പോകും. നീ ഇതൊന്നും ചെയ്തില്ല, അപ്പോൾ നീ ഇനി ജീവിച്ചിരിക്കാൻ അനുവാദമില്ല, നിൻ്റെ ചെലമ്പിങ്ങ് കൊണ്ടുപോവാ, നീ വാങ്ങിയ ചെലമ്പ് കൊണ്ടുപോവാ, നിൻ്റെ ചെലമ്പ് വെറും മുത്തല്ലേ എൻ്റെ ഭാര്യയുടെ, എൻ്റെ ചെലമ്പില്ല, അതല്ല, ഇന്നതൊക്കെ അതിനകത്തുണ്ടെന്ന് അമ്മ ചെലമ്പ് വാങ്ങിച്ച് എറിഞ്ഞ് ഉടച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പം സൂര്യപ്രകാശം പോലെ വിളങ്ങിയെന്നാണ് ഇവിടെ എല്ലാം. അതാണ് ആ ചെലമ്പ്. അത് കണ്ടോ നീ എന്നിട്ട്? അപ്പോൾ അത് മനസ്സിലായി. അങ്ങനെ ഓരോന്ന് കുറ്റം ചേർത്ത് അദ്ദേഹത്തെ വധിച്ച ശേഷം ദേഷ്യം തീർന്നില്ല. അവൻ്റെ രാജ്യം അമ്മയുടെ വലത് കൈയ്യൻ്റെ ഇടത് മാറിൽ അടിച്ച് കീറി ആ രക്തം, അതായത് ഒഴുകുന്ന ക്രൂഡായിൽ തീപ്പൊട്ടി വരച്ചിട്ട് എങ്ങനെ അതുപോലെ അഗ്നിക്കിരയാക്കിയെന്നാണ്. അഗ്നിക്കിരയാക്കിയതിന് ശേഷമാണ് ശിവഭഗവാൻ ശാന്തമാകുന്നു. ആ അഗ്നിക്കായി ഇത് നശിപ്പിക്കുന്ന ആഘോഷമാണ് പൊങ്കാല. ജനങ്ങൾ സന്തുഷ്ടരാവുകയാണ്, സന്തോഷമാണ്. അമ്മയുടെ ആ ദിവ്യത്വം കണ്ടിട്ട് ഭർത്താവിനെ ജീവിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ സംഭവം. അപ്പോൾ ഇന്ന് ഇവർ ഭർത്താവിനെ ജീവിപ്പിക്കുന്ന രംഗങ്ങളാണ്. ഇന്ന് രാത്രി ഇന്നത്തെ പാട്ടതാണ്. ഭർത്താവ് മരിച്ചു, ഇന്നലെ കൊന്നു. അമ്മ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
ആ പാട്ട് അവിടെ നടക്കണം അങ്ങനെയാണ്. ഇനിയത്തെ രാത്രി കൊണ്ട് ഭർത്താവിന് തോറ്റി ഈ പാണ്ഡ്യരാജ്യം നശിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കഥ ഇന്ന് പാടി തീർക്കും. ഇന്ന് പാടി തീർത്താൽ രാവിലെ പൊങ്കാല. രാത്രി പൊങ്കാലയുടെ ആക്കില്ലല്ലോ, അതാണ് രാവിലെ പൂരം നാളിൽ പൊങ്കാല. പൂരം നാളെന്ന് പറയുന്നത് അന്ന് നാളല്ല, ഇവിടെ ക്ഷേത്രത്തിൻ്റെ അനുസരിച്ച് നാള് വന്നു. ഇതാണ് പൊങ്കാലയുടെ ഐതിഹ്യം. പിന്നീടാണ് അമ്മയുടെ താലപ്പൊലിയും കുത്തിയോട്ടക്കാരും എന്ന് പറയുന്നത് ഭടന്മാരാണ്. അത് 12 ദിവസം താഴെ കുട്ടികളെ അമ്പലങ്ങളിലെടുക്കും. പക്ഷേ അമ്മയ്ക്ക് ഭടന്മാരുണ്ട്. ഭടന്മാരാണ് ഈ കുത്തിയോട്ടത്തിൽ വരുന്നതൊക്കെ. ആ കുത്തിയോട്ടത്തോടുകൂടി മറ്റന്ന്, അതായത് തിങ്കളാഴ്ച ഇത് പര്യാവസാനിച്ചു. ഗുരുസി നടത്തി. ഗുരുസി എന്തിനാണെന്ന് വെച്ചാൽ ഈ ഭൂതഗണങ്ങൾ ഒരുപാട് വരും ക്ഷേത്രത്തിൽ. ഒരുപാട് ഭൂതഗണങ്ങളുണ്ട്. അവർക്ക് കൊടുക്കുന്നതാണ്. അവർക്ക് കൊടുക്കുന്ന ഇതാണ്, അതായത് ശാപ്പാട്. അവർക്ക് കൊടുക്കുന്ന ആ ഒരു സൽക്കാരം, അതാണ് നമ്മൾ പാർട്ടി നടത്തൂലേ, ആ സൽക്കാരമാണ് ഈ കുരിശി. അത് കുരിശിയിൽ കൂടി താന്ത്രികവിധി പ്രകാരം ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഐതിഹ്യം. എനിക്കറിയാവുന്നിടത്തോളം ഇതാണ്. ഇത് പറയാൻ ഇനിയും പറയാനുണ്ട്. ഇത് 7 ദിവസമായിട്ട് ചില ക്ഷേത്രങ്ങളിൽ, ഈ ബദ്രിനാഥ് ക്ഷേത്രങ്ങൾ 7 ദിവസമായിട്ട് പാടുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ പഴയ തിരുവിതാംകൂറിൻ്റെ കേരളത്തിൻ്റെ തമിഴ്നാട്ടിലൊന്നും ഇതല്ല, ഇതിന് വേറെ എന്തോണ്. പക്ഷേ ഇവിടെ ഉള്ള ഒരു വലിയൊരു കർണകി ചരിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കഥ. ഈ പൊങ്കാലയെ അമ്മയുടെ അവതാരവും 7 ദിവസമായിട്ട് ചില അമ്പങ്ങളിൽ, ചില ദിവസം 10 ഇങ്ങനെ എടുക്കും. അപ്പോൾ സന്തോഷം. പൊങ്കാലാശംസകൾ എല്ലാവർക്കും, എല്ലാ മതക്കാർക്കും. പള്ളിക്കാർ പോലും പൊങ്കാലയ്ക്ക് സൗകര്യം ഒതുക്കിയിരിക്കുകയാണ്. പാളയം പള്ളിയിലെ ക്രിസ്ത്യൻ പള്ളിക്കാരും മുസ്ലിം പള്ളിക്കാരും എല്ലാവരും പൊങ്കാലയ്ക്ക് വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു. സർവ്വമത വിശ്വാസികൾക്കും ആശംസകൾ. പല വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് എൻ്റെ അമ്മയും റിലേറ്റീവ്സൊക്കെ വന്ന് പൊങ്കാല ഇടാറുണ്ട്. പൊങ്കാല ഇട്ടാൽ ദേവി വിളിച്ചാൽ വിളിപ്പുറത്താണെന്നാണ് പറയുക. അപ്പം ഞാൻ വിചാരിച്ചു ഈ വർഷം ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ, ഞങ്ങളെല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ് ടെക്നോ പാർക്കിൽ. ഈ വർഷം ഇവിടെ വന്ന് പൊങ്കാല ഇടണമെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാണ്. ഭയങ്കര വിശ്വാസമാണ് ദേവിയെ, വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെയാണ്. കാര്യസിദ്ധിക്ക് വേണ്ടി പൊങ്കാല ഇടാൻ അങ്ങനെയുള്ളൊരു ഇതാണോ? കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്താലും നല്ലതാണ്. പിന്നെ മനസ്സറിഞ്ഞ് ദേവിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത് എല്ലാവർക്കും, അതുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? സ്ഥലം എവിടെയാണ്? ഞാൻ കോട്ടയം കുമാരനെല്ലൂർ എന്ന് പറയും, അവിടെ നിന്നാണ് വരുന്നത്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കുടുംബം ഇവിടെയാണ്. അപ്പോൾ അവരിങ്ങനെ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇപ്രാവശ്യം ഒന്ന് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാവരും പോകുന്നുണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ കണക്കാക്കി നേരത്തെ ഒക്കെ പൂജിച്ചും പ്രാർത്ഥിച്ചൊക്കെ പ്രിപ്പയർ. അമ്പലത്തിലൊക്കെ ആറ്റുകാലിൽ പോയായിരുന്നോ? ഇതുവരെ വന്നിട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾ നോക്കി, നല്ല തിരക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിൽ 9 ദിവസത്തെ വ്രതമാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പം നാളെ വ്രതം തീരുന്നത്, പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ടാണ് വ്രതം തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ പൊങ്കാല ആശംസകൾ.